ഫ്രണ്ട്സ്റ്റാറായിട്ട് പോവാം. അതുകൊണ്ട് അവരുടെ മമ്മി കണ്ടകാതെ പോയതുകൊണ്ട് വീട്ടിൽ സമ്പർ ഹീറോയിനെ സൈറ്റ് അടിക്കുക. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ചേട്ടൻ പറയായിരുന്നു, അർജുന പറയായിരുന്നു, എന്താ പ്രിയ അവിടെ നടക്കുന്നത്? ഒന്നും അറിയില്ല ചേട്ടാ എന്ന് പറയായിരുന്നു. ട്വിൻസാണ് ചേച്ചി ഹീറോയിൻ. അതുകൊണ്ട് വീട്ടിൽ സൈറ്റ് അടിക്കാണ്. എന്നിട്ട് അവർ ഇങ്ങനെ വെളിയിൽ കറങ്ങാൻ വേണ്ടിയിട്ട് ഹീറോയിൽ കൂടെ വെളിയിൽ കറങ്ങാൻ എന്നെ പറഞ്ഞ് കാട്ടിക്കാടുക്കാൻ വേണ്ടിയിട്ട് അവർ ഹീറോയിൽ കൂടെ വന്നായിരുന്നു. രാഹുൽ പറഞ്ഞ ഹീറോയിനെ കണ്ട് ബേബി വിള് മാരമി എന്ന് പറഞ്ഞ ഹീറോയിൻ കുറച്ച് ചേർത്തടിക്കാൻ. ഇതോടെ 7 പേർക്ക് ടെൻഷനായിരുന്നു. ഇവൻ എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് വീഡിയോസ് മുമ്പർക്ക് 7 പേർക്ക് ചൂടിയിടാൻ തുടങ്ങിയായിരുന്നു. അതുകൊണ്ട് ചൂടിയിലെ ഹീറോയിനെ മുറിച്ച് നോക്കായിരുന്നു. ഹീറോയ്ക്ക് പാവം എന്നറിയില്ല. ഹീറോയിൻ്റെ ചേട്ടൻ പറയുന്നവാ എന്ന് പറഞ്ഞ് കൂടി പോയിട്ട് അവർക്ക് കേട്ടായിരുന്നു. ഹീറോയിൻ എവിടേക്ക് പോയി അവിടെ വന്ന് ഹീറോയിന് ടോർച്ചർ രാഹുൽ പറഞ്ഞു ഭയങ്കര ടോർച്ചർ ചെയ്യുന്ന. രാഹുൽ കാണുമ്പോൾ ഹീറോയ്ക്ക് ടെൻഷനായിരുന്നു. രാഹുൽ പറഞ്ഞ ഹീറോയിന് ഭയങ്കര ടോർച്ചർ. ഹീറോയിൻ ഫസ്റ്റ് ഇയറാണ് കോളേജ് പഠിക്കുന്നത്. അത് മാത്രമല്ല ഹീറോയ്ക്ക് വരണം വന്ന എന്നെ ഇവർ ടച്ച് വായിക്കൂ എന്ന് പറയണം. അതുകൊണ്ട് അവർ പറഞ്ഞ് ഹീറോയുടെ ഓൾറെഡി പറഞ്ഞായിരുന്നു. രാഹുൽ ഭയങ്കര ഹീറോ ടോർച്ചർ ചെയ്യായിരുന്നു. ഹീറോയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിരുന്നു, നടന്ന കാര്യം പറയായിരുന്നു. അതിനായിട്ട് ഒരു ഫംഗ്ഷൻ മതി. ഡിസംബർ പറയണം മമ്മി എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും 7 പറയായിരുന്നു. അങ്കിൾ ആൻറ്റി നമുക്ക് ഇഷ്ടപ്പെട്ടു, നമുക്ക് മാരേജ് അയച്ചായിരുന്നു. 7 വാശി പിടിക്കാൻ തുടങ്ങിയായിരുന്നു. ഇത് കേട്ടൊരു ഡിസംബറിൻ്റെ മമ്മി ഡാഡി ടെൻഷനായിരുന്നു. എന്താടാ നീ ചെയ്യുന്നത്? ഞാനൊന്നും കഴിക്കില്ല, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് 7 വാശി പിടിക്കാൻ തുടങ്ങിയായിരുന്നു. ഇത് കേട്ടപ്പോൾ നമ്മുടെ മമ്മി ഹീറോയുടെ മമ്മി ഡാഡി എല്ലാവരും ഷോക്കായിരുന്നു. മമ്മി ഡാഡി എന്താടാ നീ കേൾക്കുന്നത്? പ്ലീസ് മമ്മി എനിക്ക് വേണം എന്ന് പറഞ്ഞ് ഹീറോ ഭയങ്കര ടോർച്ചർ ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ക്യൂട്ട് റിയാക്ഷൻ കാണുന്നത് ജിന്നു ഓവർ റിയാക്ഷൻ കാണായിരുന്നു. ജിന്നു പറയണം മമ്മി ഐ മോൾഡ് വേണ്ട ആൻസം ഇനോ എനിക്ക് അവളെ വേണം, ഞാൻ അവളെ ലവ് ചെയ്യാം, എന്നെ മാരേജ് ചേർന്നു എന്ന് ജിന്നു വാശി പിടിക്കാൻ തുടങ്ങിയായിരുന്നു. ഇത് കേട്ട് ഈ വീട്ടിൽ മമ്മി ഡാഡി ഷോക്കായിരുന്നു. ഷുഗ പറയാമോ എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടായിരുന്നു, എനിക്കും മാരേജ് കഴിക്കരുത്, എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഷുഗ പറയായിരുന്നു. ചേഹ പറയുന്നു എനിക്ക് അവളെ കൂടി ഡാൻസിങ് അവളെ കൂടി കറങ്ങണോ എന്ന് പറയായിരുന്നു. ആറമ്മ പറയായിരുന്നു എനിക്ക് അവളെ കൂടി ഡാൻസ് ചെയ്യണോ എനിക്ക് പറയാൻ. ഓരോ നാളും ഓരെണ്ണം പിടിച്ച മാതിരി കേൾക്കായിരുന്നു. അവരുടെ വീട്ടിൽ സമയമായിട്ട് അലക്കായി കറക്കായിരുന്നു, എല്ലാ കാര്യം പറയായിരുന്നു. ഇത് കേട്ടിട്ട് വീട്ടിൽ സമയം ഡാഡി തല കറങ്ങിയിട്ട് അവിടെ വീണ് പോയി. എന്തായത് ഡാഡി പറയായിരുന്നു. എനിടി എന്ന് പറഞ്ഞ് എന്താ ഇവിടെ ജാതകത്തിലുണ്ട് എന്ന് അമ്മ അച്ഛൻ പറയായിരുന്നു. അച്ഛൻ പറയാം ഇവനെ കുറിച്ച് എനിക്ക് അറിയും. അമ്മ ഷോക്കായിരുന്നു. നിങ്ങളെന്താ പറഞ്ഞേ? മറന്നടി ഫ്ലാഷ് ബാക്ക് നോക്ക് എന്ന് പറയുന്നു. അത് ഓർക്കുന്നു. അതിനൊക്കെ വെച്ച് പറയുന്നു ഇവർ 7 പേർ ഒരേ പെണ്ണ് മാരേജ് കഴിക്കും. അതെ അവർ വിധിയാണ്, അവർ ലവ് ചെയ്തിട്ടാണ് മാരേജ് കഴിക്കാൻ പോകുന്നത്. പെണ്ണ് ഏതെന്ന് അറിയില്ല എന്ന് പറയുന്നു. ഇത് കേട്ടോ മമ്മി ഡാഡിയെല്ലാം ഷാക്ക്. ഇപ്പം മമ്മി ഓർമ്മ വന്നു. മമ്മിക്ക് ഷാക്കായിരുന്നു. ഇത് വീട്ടിൽ വന്നിട്ട് മമ്മി പറയായിരുന്നു നിൻ്റെ മക്കൾ എന്ന് പറഞ്ഞ് അവർ നോക്കായിരുന്നു. അത് കേട്ട് ഹീറോയിൻ്റെ മമ്മി ഡാഡി മമ്മി പറയുന്നു എനിക്ക് ഓക്കെ ആണെന്ന് പറയുന്നു മമ്മി. ഡാഡി ഷോക്കായിരുന്നു. എന്താടി പറയണേ? ഫ്ലാഷ് ബാക്ക് ഇപ്പോൾ ഫാഷൻ നിങ്ങൾക്ക് മാറണോ? ഫ്ലാഷ് ബാക്കൊക്കെ കോളേജിൽ പറഞ്ഞ് 7 വരെ ഇതാണ് ഫ്ലാഷ് ബാക്ക്. അങ്ങനെയായിട്ട് ഡേയ്സ് പോകാൻ തുടങ്ങി. ഇപ്പം ഹീറോയ്ക്ക് മാരേജ്. ഹീറോയിന് മൂഡ് ചേഞ്ച് ചെയ്യണം. മമ്മി ഈ ഫോട്ടോത്തിൽ മതി ചോദിച്ചത് വെച്ച് റെഡിയായിരുന്നു. ഹീറോയിന് മൂഡ് ചേഞ്ച് ചെയ്യണം. അതുകൊണ്ട് 7 പേർ കൂടെ ഹീറോയ്ക്ക് മാരേജായി. ഹീറോയിൻ്റെ വീടെല്ലാം പിങ്കായിരുന്നു. എന്താണ് നടക്കുന്നത് എന്ന് പറഞ്ഞ ഹീറോയിൻ റിയാക്ഷനായിരുന്നു. ഹീറോയ്ക്ക് 18 വയസ്സ്. 18 വയസ്സ് നടക്കുന്നു. ഇപ്പോൾ മാരേജ് ചെയ്തു എന്ന് പറഞ്ഞ ഹീറോയിൻ ഒരു റിയാക്ഷൻ ചേഞ്ച് ആയിരുന്നു. ഇപ്പോൾ കോളേജ് ഹീറോയിൻ ഫസ്റ്റ് ഇയർ കോളേജാണ്. അതുകൊണ്ട് പാതിയൊരു ക്ലാസ് തുടങ്ങിയത്. ഹീറോയിൻ്റെ വീട് ചേഞ്ച് ആയിരുന്നു. മമ്മി അത് വേണ്ട എന്ന് പറഞ്ഞ് റിയാക്ഷൻ കാട്ടി തുടങ്ങിയായിരുന്നു. മോളെ സാറില്ല ഈ മോളെ അതിനൊന്നും പഠിച്ചോ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് വേറെ പോയില്ല. അങ്ങനെ പറഞ്ഞ് ഹീറോയിൻ അത് മാത്രമല്ല അപ്പോൾ ഹീറോയിൻ സാഡായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോയിൻ സാഡായിരുന്നു. അതുകൊണ്ട് ശരി ഓക്കെ ഡി വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് സമാധാനം. ഹീറോയിൻ്റെ മമ്മി പറയായിരുന്നു വിഷമിക്കണ്ടേ മോളെ,
ഈ കോളേജ് നമ്മളെ കോളേജിലെല്ലാം ജോയിൻ ചെയ്ത എന്ന് പറയുന്നു. ചേട്ടാ പറയുന്നു ഹീറോയിൻ്റെ ചേട്ടാ ഈ വിഷമിക്കട, നമ്മളെ കോളേജിലല്ലേ പഠിക്കുന്നത്, ഈ ദിവസം പരീക്ഷ ആകുമ്പോൾ കൊടുക്കുക, അറ്റൻഡ് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു ഹീറോയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. ഇനി വീട്ടിലിരുന്ന് പഠിച്ചു, ഞാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാം എന്ന് പറയുന്നു. ശരി ചേട്ടാ എന്ന് പറഞ്ഞാൽ ആക്കിയിട്ട് അങ്ങനെയായിട്ട് കുറേ ഡേയ്സ് കഴിഞ്ഞ് ഇപ്പോൾ ഹീറോ കൊറിയല്ല ഉള്ളത്. ഹീറോ അങ്ങനെയായിട്ട് കഷ്ടപ്പെട്ട് ഫസ്റ്റ് ഇയർ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞ് ഇപ്പോൾ സെക്കൻഡ് ഇയർക്ക് എത്തിയായിരുന്നു. ഹീറോ പറയുന്നു ചേട്ടാ എനിക്ക് ഇവിടുത്തെ കോളേജ് ജോയിൻ ചെയ്യാൻ പോവാം എന്ന് പറയായിരുന്നു. അങ്ങനെയായിട്ട് അങ്ങനെ കുറച്ച് ഡേയ്സ് ഹീറോയുടെ ചേട്ടനും ഇവിടെ കൊറിയയിൽ വന്ന് സെറ്റിലായിരുന്നു. എൻ്റെ ചേട്ടൻ പേര് കൃഷാണ് വലിയ ചേട്ടൻ. അങ്ങനെയായിട്ട് ഡേയ്സ് നിറയെ പോകുന്നത്. ഹീറോയ്ക്ക് കോളേജ് പഠിച്ച് കഴിഞ്ഞു. ഹീറോയ്ക്ക് ട്വിൻസാണ്, ഒരു ബോയ് ബേബി ഗേൾ ബേബി. ഫസ്റ്റ് ഗേൾ ബേബി നെക്സ്റ്റ് ബോയ് ബേബിയാണ്. ഹീറോ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് വരുന്നു. കുറേ ഡേയ്സ് വന്നിട്ട് ഇപ്പം ഹീറോ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അതെ ട്വിൻസാണ്. അതെ ഹീറോയ്ക്ക് ട്വിൻസ് പറഞ്ഞ ഹീറോയിൻ മാതിരി ഉണ്ടായിരുന്നു. അതെ ഹീറോയിൻ മാതിരി ട്വിൻസാണ്. രണ്ട് ഹീറോയിൻ മാതിരി ഉണ്ടായിരുന്നു. 7 പേർക്ക് ബേജാർ വന്നിട്ട് നമ്മളെ പോലെ ഒരു ഗേൾ ബേബി ഒരു ബോയ് ബേബി ഇല്ല എന്ന് പറഞ്ഞു അവർ സാഡാക്കി തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ഇത് കാണാൻ ചിരിപ്പ് വരാൻ തുടങ്ങിയായിരുന്നു. ഹീറോ ഓർക്കായിരുന്നു ഞാനെൻ്റെ അമ്മേനെ മാതിരി ഓർത്തത് ഇവരെ മാതിരി ഓർത്തില്ല എന്ന് പറയായിരുന്നു. അത് ഹീറോ പറഞ്ഞ അവരുടെ മമ്മി മതി ഓർത്തായിരുന്നു. അതാണ് മമ്മീനെ ഓർമ്മ. ഇവരെല്ലാം ബിസിനസ് പോയത് അതുകൊണ്ട് ഇവരെ ഓർക്കുന്നതായിട്ട് എന്ന് പറഞ്ഞാൽ ഹീറോ ചിരിക്കായിരുന്നു. അത് കഴിഞ്ഞ് കുറേ ഡേയ്സ് വന്നിട്ട് ഹീറോ വീണ്ടും വെഡ്നെറ്റായി. ഹീറോ വെഡ്നെറ്റായി ഭയങ്കര ഹാപ്പി. 7 പേർക്ക് ഇപ്പോൾ കുറേ ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് 7 ബോയ്സ് ബേബി ജനിച്ചായിരുന്നു. ഹീറോയിൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. അവർക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹീറോ പറഞ്ഞ അവളെ മമ്മീന് മാത്രമാണ് ഉള്ളത്. ഗ്രാൻഡ് മാൻ മതി മമ്മീന് മതി ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. കുറേ ഡേയ്സ് കഴിഞ്ഞ് ഇപ്പോൾ ആ കുട്ടികൾ വളർന്നു വലുതായി അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 2 ബേബീസ് അവരെല്ലാം ക്യാരിങ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ കുറേ ഡേയ്സ് കഴിഞ്ഞ് അവർ പേരെ സ്കൂൾ പഠിക്കാൻ തുടങ്ങിയായിരുന്നു. ഇപ്പോൾ ബേബീസ് നല്ല ഇപ്പോൾ എല്ലാവരും 1ാം ക്ലാസ്. ആ ബേബീസ് 2 പേരും സമാധാനമാക്കാൻ തുടങ്ങിയാണ്.